ദൈവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് ഈശോനാഥൻ വെളിപ്പെടുത്തി കൊടുത്ത പീഡാനുഭവ ധ്യാനം. 24 മണിക്കൂർ പീഡ അനുഭവിക്കുന്ന ഈശോയിടത്ത് എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന. 4-ാം മണിക്കൂർ വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം. ദിവ്യകാരുണ്യ അത്താഴം. ഒരുക്ക ധ്യാനം. ഓ എൻ്റെ നാഥനായ ഈശോ മിശിഹായെ, ഞങ്ങളോടുള്ള അത്യധികമായ സ്നേഹത്തെ പ്രതി അങ്ങേ ആരാധ്യമായ തിരുശരീരത്തിലും പരമപരിശുദ്ധമായ ആത്മാവിലും കുരിശുമരണം വരെയും അനുഭവിച്ച പീഡാസഹനങ്ങളുടെ 24 മണിക്കൂർ ധ്യാനത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് എത്രയും സ്നേഹമുള്ള അവിടുത്തെ തിരുഹൃദയത്തോട് തിരുമുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞാൻ യാചിക്കുന്നു. ഞാൻ 4-ാം മണിക്കൂർ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ സഹായവും കൃപയും സ്നേഹവും ആഴമായ അനുകമ്പയും ബുദ്ധിയും എനിക്ക് നൽകണമേ. എനിക്ക് ധ്യാനിക്കാൻ സാധിക്കാത്ത ഉത്തരവാദിത്വ നിർവഹണത്തിനും നിദ്രയ്ക്കുമായി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന മണിക്കൂറുകളിൽ അപ്രകാരം ചെയ്യാനുള്ള എൻ്റെ തീവ്രമായ ആഗ്രഹത്തെയും നിയോഗത്തെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഓ ദയാപരനായ നാഥ, എൻ്റെ സ്നേഹമസൃണമായ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങനെ എനിക്കും മറ്റെല്ലാവർക്കും അനുഗ്രഹദായകം ആകത്തക്കവണ്ണം ഏറ്റവും ഫലദായകവും വിശുദ്ധവുമായ രീതിയിൽ ഈ ധ്യാനം ഞാൻ പൂർത്തിയാക്കട്ടെ. ഓ എൻ്റെ ഈശോയെ, പ്രാർത്ഥനയിലൂടെ അങ്ങുമായി ഐക്യത്തിലാകാൻ അവിടുന്ന് എന്നെ ക്ഷണിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തേക്ക് കൂടുതൽ പ്രീതികരമായി തീരുവാനായി അങ്ങയുടെ ചിന്തകളും അങ്ങയുടെ നാവും അങ്ങയുടെ ഹൃദയവും എൻ്റേതാക്കി ഞാൻ പ്രാർത്ഥിക്കട്ടെ. അങ്ങയുടെ സ്നേഹത്തോടും തിരുവിഷ്ടത്തോടും ഞാൻ പൂർണ്ണമായി ഒന്നായിത്തീരട്ടെ. അങ്ങയെ ആശ്ലേഷിക്കാനായി ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടുന്നു. അങ്ങയുടെ ഹൃദയത്തോട് എൻ്റെ ശിരസ് ചേർത്ത് വയ്ക്കുന്നു. ഇനി ഞാൻ തുടങ്ങട്ടെ. മാധുര്യമുള്ള എൻ്റെ സ്നേഹമേ, സ്നേഹിച്ച് മതിവരാത്ത സ്നേഹമേ, ശിഷ്യന്മാരോടൊപ്പം ആചാരപ്രകാരമുള്ള അത്താഴത്തിന് ശേഷം അങ്ങ് എഴുന്നേൽക്കുന്നത് ഞാൻ കാണുന്നു. അവരോടൊന്നു ചേർന്ന് ഭക്ഷണം നൽകി അനുഗ്രഹിച്ച പിതാവിന് നന്ദിയുടെ കീർത്തനങ്ങൾ ആലപിക്കുന്നു. ശാരീരിക പരിപോഷണത്തിന് ആവശ്യമായതെല്ലാം നൽകി കാത്തുപാലിക്കുന്ന നന്ദി അർപ്പിക്കാത്ത സൃഷ്ടികളുടെ നന്ദിഹീനതയ്ക്ക് അങ്ങനെ പരിഹാരമനുഷ്ഠിക്കാൻ അങ്ങ് ആഗ്രഹിച്ചു. അതിനാലാണല്ലോ ഈശോയെ, അങ്ങ് എന്ത് ചെയ്താലും സ്പർശിച്ചാലും ദർശിച്ചാലും അങ്ങയുടെ അധരങ്ങളിൽ സദാ ഈ വാക്കുകൾ ഉണ്ടായിരുന്നത്. ഓ പിതാവേ, അങ്ങേക്ക് നന്ദി. ഈശോയെ, അങ്ങയോട് ചേർന്ന് അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് അങ്ങയുടെ തന്നെ വാക്കുകൾ സ്വന്തമാക്കിക്കൊണ്ട് എല്ലാത്തിനും എല്ലായ്പ്പോഴും ഞാനും പറയും, എനിക്കും എല്ലാവർക്കും വേണ്ടി എൻ്റെ ദൈവമേ നന്ദി. അങ്ങനെ മറ്റുള്ളവരുടെ നന്ദിഹീനതയ്ക്ക് പരിഹാരമനുഷ്ഠിക്കൽ അങ്ങയോട് ചേർന്ന് ഞാനും തുടരും. പാദം കഴുകൽ. ഓ എൻ്റെ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിന് ഒരു വിശ്രമവും ഇല്ലെന്ന് തോന്നുന്നു. പ്രിയ ശിഷ്യന്മാരോട് വീണ്ടും ഇരിക്കാൻ അങ്ങ് ആവശ്യപ്പെടുന്നതായി ഞാൻ കാണുന്നു. അതിനുശേഷം അങ്ങ് ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുന്നു, അരയിൽ ഒരു വെള്ളത്തൂവാലയും കെട്ടുന്നു. അങ്ങ് ഓരോ അപ്പസ്തോലൻ്റെയും പാദാന്തികെ കുമ്പിടുന്നു. സ്വർഗത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം അത്രമാത്രം എളിമ പ്രകടമാകുന്ന വിധത്തിൽ അങ്ങിങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗം മുഴുവൻ ആനന്ദാബ്ദിയിലാഴുന്നു. എളിമയോടെ തങ്ങളുടെ കാൽച്ചുവട്ടിൽ അങ്ങ് പ്രണമിക്കുന്നത് കാണുന്ന അപ്പസ്തോലന്മാർ സ്തബ്ധരായി നിൽക്കുന്നു. ഈശോയെ, എൻ്റെ സ്നേഹമേ, അങ്ങ് എന്നോട് പറയണമേ, അങ്ങേക്ക് എന്താണ് വേണ്ടത്? ഇത്രയും എളിയ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇത്രയും എളിമ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും കാണുകയുമില്ല. എൻ്റെ കുഞ്ഞെ, എല്ലാ ആത്മാക്കളെയും എനിക്ക് വേണം. ദരിദ്രനായ ഒരു യാചകനെ പോലെ അവരുടെ കാൽച്ചുവട്ടിൽ ഞാൻ സാഷ്ടാംഗം വീണ് അവരുടെ ആത്മാക്കളെ എനിക്ക് നൽകാനായി അവരോട് ഞാൻ നിരന്തരം കരഞ്ഞ് യാചിക്കുകയാണ്. അവരെ എനിക്കായി നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് ചുറ്റും ഞാൻ സ്നേഹത്തിൻ്റെ വല വിരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുനീരും കൂടി കലർന്ന ഈ പാത്രത്തിലെ വെള്ളം കൊണ്ട് അവരുടെ കാൽച്ചുവട്ടിലേക്ക് ഞാൻ കുനിഞ്ഞിറങ്ങിച്ചെന്നത്
അവരിലുള്ള എല്ലാ അപൂർണതകളും കഴുകിക്കളയാനാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ എന്നെ സ്വീകരിക്കാനായി അവരെ ഒരുക്കിയെടുക്കാനാണ്. വിശുദ്ധ കുർബാനയിൽ എന്നെ സ്വീകരിക്കുന്നതിനായി അവരെ ഒരുക്കുന്ന ഈ പ്രവൃത്തിയിൽ ഞാൻ വളരെയധികം ആനന്ദം കൊള്ളുന്നു. ഈ കർത്തവ്യം ഒരു മാലാഖയെപ്പോലും ഏൽപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട അമ്മയെപ്പോലും. അതെ, ഏറ്റവും ഹൃദയസ്പർശിയായ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാൻ തന്നെ അവരെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ കൂദാശയുടെ എല്ലാ ഫലങ്ങളും സ്വീകരിക്കാൻ അവർ പ്രാപ്തരാകും. അപ്പസ്തോലന്മാരിൽ എന്ന പോലെ എല്ലാ ആത്മാക്കളിലും ഈ വിശുദ്ധീകരണം നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈദികർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒട്ടും താല്പര്യമില്ലാതെയും ദൈവിക ചൈതന്യമില്ലാതെയും അഹങ്കാരത്തോടെ കൂദാശകളും മറ്റ് ഭക്താനുഷ്ഠാനങ്ങളും പരികർമ്മം ചെയ്യുന്ന അഭിഷിക്തർക്ക് വേണ്ടി പരിഹാരമനുഷ്ഠിക്കാനും ഞാൻ ആഗ്രഹിച്ചു. എന്നെ ബഹുമാനിക്കുന്നതിനേക്കാൾ അധികമായി അവരെന്നെ അപമാനിക്കുന്നു. എന്നെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി എന്നെ ദുഃഖിപ്പിക്കുന്നു. ജീവൻ പ്രദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി മരണദുഃഖത്തിലാഴ്ത്തുന്നു. ചീത്തയായി ചെയ്ത എത്രയോ നല്ല പ്രവൃത്തികളാണ് എൻ്റെ അടുക്കൽ എത്തുന്നത്. ഈ പീഡനങ്ങളാണ് എന്നെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. ഓ അതെ, എൻ്റെ കുഞ്ഞെ, എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തുന്ന വിധം അവർ ഏൽപ്പിക്കുന്ന പീഡനങ്ങൾ നീ കണ്ടാലും എൻ്റെ ബലിയോട് ചേർന്ന് അവർക്കായി നീ പരിഹാരം അനുഷ്ഠിക്കുക. കയ്പ് നിറഞ്ഞ് വേദനിക്കുന്ന എൻ്റെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കുക. ഓ എൻ്റെ യാതന അനുഭവിക്കുന്ന നന്മയെ, അങ്ങയുടെ ജീവിതം ഞാൻ എൻ്റേതാക്കി. ഈ പീഡനങ്ങൾക്കെല്ലാം ഞാൻ അങ്ങയോട് ചേർന്ന് പരിഹാരം അനുഷ്ഠിക്കാം. അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് അങ്ങ് അനുഭവിക്കുന്ന മറ്റാരും അറിയാത്തതും ഏറ്റവും ആഴത്തിൽ അങ്ങേ വേദനിപ്പിക്കുന്നതുമായ പാപങ്ങൾക്ക് അങ്ങയുടെ ഹൃദയത്തിലൂടെ തന്നെ പരിഹാരം അനുഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, എല്ലാ കാര്യങ്ങളിലും അങ്ങേ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങേ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എല്ലാ ആത്മാക്കളിലേക്കും അങ്ങയോടൊപ്പം മുൻകൂട്ടി കടന്നു ചെന്ന് അങ്ങയുടെ കരങ്ങളോട് എൻ്റെ കരങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ വിശുദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ദയവായി ഈശോയെ, ഇതാ അങ്ങയുടെ കണ്ണുനീർ കലർന്ന അപ്പോസ്തലന്മാരുടെ പാദങ്ങൾ കഴുകിയ ഈ ജലവുമായി അങ്ങയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ആത്മാക്കളിലേക്ക് കടന്നു ചെന്ന് നമുക്ക് അവരുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാം. അവരെ അശുദ്ധരാക്കുന്ന എല്ലാ പാപമാലിന്യങ്ങളും നമുക്ക് നീക്കിക്കളയാം. പരിശുദ്ധമായ സ്നേഹത്താൽ അവരെ ജ്വലിപ്പിക്കാം. അപ്പോൾ അവരങ്ങയെ സ്വീകരിക്കുമ്പോൾ കയ്പ് നിറഞ്ഞ ദുഃഖത്തിനു പകരം അങ്ങേക്ക് സംപ്രീതിജനകമായവ അവരിൽ അങ്ങേക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ വാത്സല്യനിധിയായ എൻ്റെ നന്മയെ അങ്ങ് അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തയ്യാറെടുക്കുമ്പോൾ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയത്തിൽ തുളച്ചു കയറി കുത്തി വേദനിപ്പിക്കുന്ന മറ്റൊരു ദുഃഖം ഞാൻ അങ്ങയിൽ കാണുന്നു. ഈ അപ്പസ്തോലന്മാർ ഭാവി തിരുസഭാ സന്താനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അവർ ഓരോരുത്തരും അങ്ങയുടെ സഹനങ്ങളുടെ ഒരു പരമ്പരയെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ചിലരിൽ ബലഹീനതകൾ, മറ്റു ചിലരിൽ കപടതകൾ, മറ്റൊരാളിൽ വഞ്ചന, അപരനിൽ സ്വാർത്ഥ താല്പര്യങ്ങളോടുള്ള അടിമത്തം, വിശുദ്ധ പത്രോസിൽ ഉറപ്പില്ലായ്മയും സഭാധികാരികളുടെ എല്ലാവിധ പാപങ്ങളും, വിശുദ്ധ യോഹന്നാനിൽ അങ്ങയുടെ ഏറ്റവും വിശ്വസ്തരിലുള്ള പാപങ്ങൾ, യുദാസിലും മറ്റെല്ലാ അപ്പസ്തോലന്മാരിലും അവർ ചെയ്യാൻ പോകുന്ന മാരക പാപങ്ങളുടെ നീണ്ട നിരകൾ. സ്നേഹത്താലും വേദനയാലും അങ്ങേ സഹനങ്ങൾ അങ്ങേ ശ്വാസം മുട്ടിക്കുന്നു. അങ്ങേക്ക് വഹിക്കാൻ സാധിക്കാത്ത വിധം അവ അങ്ങേ ഞെരുക്കുന്നു. അങ്ങ് ഓരോ അപ്പസ്തോലന്മാരുടെയും പാദാന്തികെ അല്പസമയം നിശബ്ദനായി നിൽക്കുന്നു. അവരുടെ ഈ ഓരോ പാപങ്ങൾക്കും കപടതയ്ക്കും അനുയോജ്യമായ പരിഹാരം ചെയ്തുകൊണ്ട് കണ്ണുനീർ തൂകി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ എന്നെ അങ്ങയോട് ഐക്യപ്പെടുത്തുന്നു. ഓരോ ആത്മാവിനും വേണ്ടിയുള്ള അങ്ങയുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും അവരുടെ പാപങ്ങൾക്ക് അനുയോജ്യമായി അങ്ങ് അനുഷ്ഠിച്ച പരിഹാര കൃത്യങ്ങൾ ഞാൻ എൻ്റെ സ്വന്തമാക്കുന്നു. അങ്ങയുടെ കണ്ണുനീരിനൊപ്പം എൻ്റെ കണ്ണുനീരും ഞാൻ ചേർക്കുന്നു. അപ്പോൾ അങ്ങ് ഒരിക്കലും തനിച്ചാവുകയില്ല. അങ്ങയുടെ വേദനകൾ പങ്കുവയ്ക്കാൻ എപ്പോഴും അങ്ങേക്ക് ഞാൻ ഉണ്ടായിരിക്കും. മാധുര്യമുള്ള എൻ്റെ സ്നേഹമേ, അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകുന്ന അങ്ങ് ഇപ്പോൾ യൂദാസിൻ്റെ പാദാന്തികത്തിലരികെയാണെന്ന് ഞാൻ കാണുന്നു. അങ്ങയുടെ ഭാരപ്പെട്ട ശ്വാസോച്ഛ്വാസം ഞാൻ കേൾക്കുന്നു.
ആ പാദങ്ങൾ കഴുകുമ്പോൾ അങ്ങ് കരയുക മാത്രമല്ല വിലപിക്കുക കൂടിയാണെന്ന് ഞാൻ കാണുന്നു. അങ്ങ് അവയെ ചുംബിക്കുന്നു, തൻ്റെ മാർവിനോട് ചേർത്ത് അമർത്തുന്നു. കരയുന്നതിനാൽ സംസാരിക്കാൻ സാധിക്കാതെ അങ്ങ് നിറകണ്ണുകളോടെ അവനെ നോക്കുന്നു. അങ്ങയുടെ ഹൃദയം അവനോട് മന്ത്രിക്കുന്നു. എൻ്റെ കുഞ്ഞേ, ഓ ദയവായി എൻ്റെ കണ്ണുനീരിൻ്റെ സ്വരത്താൽ നിന്നോട് ഞാൻ യാചിക്കുന്നു. നരകാഗ്നിയിലേക്ക് പോകരുതേ. നിന്റെ കാൽച്ചുവട്ടിൽ സാഷ്ടാംഗം വീണ് ഞാൻ യാചിക്കുകയാണ്. നിന്റെ ആത്മാവിനെ എനിക്ക് തരിക. നിനക്ക് എന്താണ് വേണ്ടത്? എന്നോട് പറയുക. എന്താണ് നിന്റെ ആവശ്യം? ഞാൻ എല്ലാം നിനക്ക് തരാം. നീ നിന്നെ തന്നെ നശിപ്പിക്കരുത്. ഓ ദയവായി നിന്റെ ദൈവമായ എന്നോട് ഈ ദുഃഖത്തിൽ ദയ കാണിക്കുക. വീണ്ടും അങ്ങ് ആ പാദങ്ങൾ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് അമർത്തുന്നതിനായി എത്തുന്നു. എന്നാൽ യൂദാസിൻ്റെ ഹൃദയകാഠിന്യം കാണുന്ന അങ്ങയുടെ ഹൃദയം ഞുറുങ്ങുന്നു. ഞെരിഞ്ഞമർന്ന് അത് അങ്ങയെ ശ്വാസം മുട്ടിക്കുന്നു. അങ്ങ് പരവശനായി വീഴുവാൻ തുടങ്ങുന്നു. എൻ്റെ ഹൃദയമേ, എൻ്റെ ജീവനെ, അങ്ങേ എൻ്റെ കരങ്ങളിൽ താങ്ങാൻ എന്നെ അനുവദിക്കണമേ. ദുശ്ശാഠ്യക്കാരായ പാപികളെ നേടിയെടുക്കാൻ അങ്ങ് ഉപയോഗിക്കുന്ന സ്നേഹത്തിൻ്റെ മാർഗം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഓ ദയവായി, ഓ എൻ്റെ സ്നേഹ ഹൃദയമേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങയോട് സഹതപിക്കുകയും മാനസാന്തരപ്പെടാൻ മനസ്സാകാതെ ദുശ്ശാഠ്യക്കാരായി നിലകൊള്ളുന്ന ആത്മാക്കളിൽ നിന്ന് അങ്ങേക്ക് ലഭിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് കഠിന ഹൃദയരായ ആത്മാക്കളെ തേടി കണ്ടുപിടിച്ച് അവരുടെ ഹൃദയത്തെ മയപ്പെടുത്താനായി അങ്ങയുടെ കണ്ണുനീരും അങ്ങയുടെ സ്നേഹചുംബനങ്ങളും അവരെ അങ്ങയോട് ചേർത്ത് നിർത്താനായി അങ്ങയുടെ സ്നേഹത്തിൻ്റെ മധുരപാനീയവും അവർക്ക് നൽകാം. അപ്പോൾ അവർ അങ്ങയിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല. യുദാസിനെ നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖത്തിൽ നിന്നും അങ്ങ് വിമുക്തനാവുകയും ചെയ്യും. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. എൻ്റെ ഈശോയെ, എൻ്റെ ആനന്ദമേ, എൻ്റെ സന്തോഷമേ, അവിടുത്തെ സ്നേഹം കവിഞ്ഞൊഴുകുന്നതായി, വേഗത്തിൽ കവിഞ്ഞൊഴുകുന്നതായി ഞാൻ കാണുന്നു. ഹൃദയം ദുഃഖഭരിതമെങ്കിലും അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നു. കൂദാശ സമർപ്പണത്തിനായി അപ്പവും വീഞ്ഞും വെച്ചിരിക്കുന്ന മേശയുടെ അടുക്കലേക്ക് നടന്നല്ല, അവിടുന്ന് ഓടി അണയുകയാണ്. എൻ്റെ ഹൃദയമേ, മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം മഹത്വപൂർണനായി ഇപ്പോൾ അങ്ങയെ ഞാൻ കാണുന്നു. അങ്ങയുടെ ദൈവികത വളരെ ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഭാവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. സൂര്യനേക്കാൾ കൂടുതലായി അങ്ങയുടെ കണ്ണുകൾ പ്രകാശിതമായി തിളങ്ങുന്നു. അങ്ങയുടെ ചുമന്നു തുടുത്ത കവിളുകൾ പ്രശോഭിതമായിരിക്കുന്നു. അങ്ങയുടെ അധരങ്ങൾ പുഞ്ചിരി തൂവുകയും സ്നേഹത്താൽ ജ്വലിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന അങ്ങയുടെ കൈകൾ പുതു സൃഷ്ടിക്കായി ഒരുങ്ങുന്നു. എൻ്റെ സ്നേഹമേ, അങ്ങയ്ക്ക് പൂർണ്ണമായും രൂപാന്തരീകരണം സംഭവിച്ചതായി കാണുന്നു. അങ്ങയുടെ മനുഷ്യത്വത്തിൽ നിന്നും അങ്ങയുടെ ദൈവികത നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായി തോന്നുന്നു. ഈശോയെ, എൻ്റെ ജീവനെ, എൻ്റെ ഹൃദയമേ, മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ ഈ ഭാവം അപ്പസ്തോലന്മാരുടെ എല്ലാം ശ്രദ്ധയാകർഷിക്കുന്നു. ഒരു സ്വർഗീയ സംഗീതത്താൽ ആകർഷിതരായ അവർ സംസാരിക്കാൻ പോലും അശക്തരായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ പുകഴ്ത്തുവാനായി അങ്ങയുടെ മാധുര്യം നിറഞ്ഞ അമ്മ അരൂപിയിൽ ആ അൾത്താരയുടെ ചുവട്ടിലെത്തിയിരിക്കുന്നു. മലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പരസ്പരം പറഞ്ഞു, ഇതെന്താണ്, ഇതെന്താണ്? ഇത് സ്നേഹബാഹുല്യത്തിൻ്റെ ശുദ്ധ മണ്ടത്തരമാണ്. ഒരു ദൈവം സ്വർഗവും ഭൂമിയുമല്ല തന്നെ തന്നെ സൃഷ്ടിക്കുന്നു. അതും എവിടെ? തീർത്ത് നിസ്സാരമായ ഒരു കൊച്ചു അപ്പകഷ്ണത്തിലും അല്പം വീഞ്ഞിലും. ഓ ദാഹാർത്തനായ സ്നേഹമേ, അവരെല്ലാവരും അങ്ങയുടെ ചുറ്റിലും ഉണ്ടായിരുന്ന ഈ സമയത്ത് അപ്പം അങ്ങ് കരങ്ങളിലെടുത്തു പിതാവിന് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങയുടെ മാധുര്യം നിറഞ്ഞ സ്വരം ഞാൻ ശ്രവിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ ഈ പുത്രന് എപ്പോഴും ഉത്തരമരുളുന്നതിനോർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ മക്കളെ രക്ഷിക്കുവാനായി അങ്ങുമായി ഒന്നായിരുന്ന എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മനുഷ്യാവതാരം ചെയ്യുവാനായി ഒരു ദിവസം അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. എൻ്റെ ഓരോ മക്കൾക്കും ജീവനായി തീരുവാനും അവരുടെ രക്ഷാകര കർമ്മം തുടരുവാനുമായി ഇപ്പോൾ ഈ ഓരോ അപ്പക്കഷണത്തിലും വീണ്ടും മനുഷ്യാവതാരം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ. ഓ എൻ്റെ പിതാവേ, എൻ്റെ ജീവിതത്തിലെ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. എൻ്റെ മക്കളെ അനാഥരും ഏകാകികളുമായി ഉപേക്ഷിച്ചു പോരേണ്ടി വരുന്നവൻ്റെ ഹൃദയ വ്യഥ അങ്ങ് കാണുന്നില്ലേ? അവരുടെ ശത്രുക്കൾ വളരെയധികമാണ്. അവ്യക്തതകൾ, ലൗകിക സ്നേഹങ്ങൾ,
അവരെ കീഴടക്കിയിരിക്കുന്ന ബലഹീനതകൾ ആരവരെ സഹായിക്കും? ഓ, ദയവായി ഈ ഓരോ അപ്പക്കഷണത്തിലും വസിക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും ഞാൻ ജീവനായി തീരട്ടെ. അങ്ങനെ അവരുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കട്ടെ. അവരുടെ ജീവിത വഴിയിലെ പ്രകാശമായി ഞാൻ തീരട്ടെ. എല്ലാ കാര്യങ്ങളിലും അവർക്ക് ശക്തിയും സഹായവുമായി ഞാൻ മാറട്ടെ. അങ്ങനെയല്ലെങ്കിൽ അവർ ആരുടെ പക്കൽ പോകും? ആരവരെ സഹായിക്കും? നമ്മുടെ പ്രവൃത്തികൾ നിത്യമാണ്. എൻ്റെ സ്നേഹത്തെ എനിക്ക് തടഞ്ഞു നിർത്താനാകുന്നില്ല. എൻ്റെ മക്കളെ എനിക്കും ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. ഞാനത് ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. തൻ്റെ പുത്രൻ്റെ ആർദ്രവും സ്നേഹനിർഭരവുമായ വാക്കുകൾ പിതാവിനെ തരളിതനാക്കി. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. അവിടുന്നിതാ അൾത്താരയിൽ സന്നിഹിതനാണ്. പരിശുദ്ധാത്മാവിനോടും തൻ്റെ പുത്രനോടും ഒന്നായി തീർന്നു. ഈശോ ഹൃദയസ്പർശിയും മാധുര്യപൂർണവുമായ സ്വരത്തിൽ കുദാശാവചനങ്ങൾ ഉച്ചരിച്ചു. അവിടുന്ന് തന്നെ തന്നെ ഒഴിവാക്കാതെ ആ അപ്പത്തിലും വീഞ്ഞിലും തന്നെ തന്നെ സൃഷ്ടിച്ചു. പിന്നീട് അങ്ങ് തന്നെ തന്നെ ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു നൽകി. അങ്ങയുടെ എത്രയും പരിശുദ്ധിയായ അമ്മ അങ്ങയെ സ്വീകരിക്കാതെ മാറി നിന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹായ് എൻ്റെ ഈശോയെ, അങ്ങയുടെ പരമമായ ഈ ശൂന്യവൽക്കരണത്തിന് മുൻപിൽ സ്വർഗം മുഴുവനും കുമ്പിട്ട് നിൽക്കുന്നു. അങ്ങേക്ക് നവ്യമായ ആരാധന അർപ്പിക്കുന്നു. ഓ മധുര്യവാനായ എൻ്റെ ഈശോയെ, ഇതിലും കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന ചിന്തയോടെ അങ്ങയുടെ സ്നേഹം സന്തുഷ്ടവും സംതൃപ്തമായിരിക്കുന്ന ഈ സമയത്ത്, ഓ എൻ്റെ നന്മയെ, നൂറ്റാണ്ടുകൾക്കപ്പുറവും ലോകാവസാനം വരെ കഠിനമായ വേദന ഉളവാക്കുന്ന ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങുന്ന തിരുവോസ്തികൾ ഇരിക്കുന്ന അൾത്താരകൾ നിരനിരയായി ഈ അൾത്താരയിൽ ഞാൻ കാണുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഈ ധാരാളിത്തം വഴി അളവറ്റ നന്ദിഹീനതകളും അങ്ങേക്കെതിരായി ചെയ്യുന്ന എണ്ണമറ്റ പാപകൃത്യങ്ങളും അങ്ങേ കാത്തിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവേ, ഓരോ സക്രാരിയിലും ഓരോ കുസ്തോതിയിലും ഓരോ തിരുവോസ്തിയുടെ സമീപവും ലോകാവസാനം വരെ അങ്ങയോടൊത്തായിരിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അങ്ങ് അനുഭവിക്കുന്ന കൊടും പാതകങ്ങൾക്കും നിന്ദാപമാനങ്ങൾക്കും പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞാൻ തീവ്രമായി ദാഹിക്കുന്നു. ഓ ഈശോയെ, ഓരോ തിരുവോസ്തിയിലും ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങയെ ദർശിച്ചുകൊണ്ട് ഞാൻ അങ്ങയോട് ഐക്യപ്പെടുന്നു. അങ്ങയുടെ മഹിമയാർന്ന നെറ്റിത്തടത്തിൽ ഞാൻ ചുംബിക്കുന്നു. എന്നാൽ ചുംബിക്കുമ്പോൾ അങ്ങയുടെ മുൾമുടിയുടെ മുള്ളുകൾ കുത്തിക്കയറുന്ന വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഓ എൻ്റെ ഈശോയെ, ഈ തിരുവോസ്തിയിൽ എത്രയോ വ്യക്തികളാണ് അങ്ങേക്ക് കൂടുതൽ മുള്ളുകൾ സമ്മാനിക്കുന്നത്. അവരങ്ങയുടെ പക്കൽ അണയുന്നു. എന്നിട്ട് അവരുടെ നല്ല ചിന്തകൾ അങ്ങേക്ക് അർപ്പിച്ച് അങ്ങേ ആരാധിക്കേണ്ടതിന് പകരം അവരുടെ തെറ്റായ ചിന്തകൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പീഡാനുഭവ സമയത്തെന്നതുപോലെ തലകുനിച്ച് പാപമലീമസമായ ചിന്തകൾ സമ്മാനിക്കുന്ന മുള്ളുകൾ അങ്ങ് സ്വീകരിക്കുന്നു. ഓ എൻ്റെ സ്നേഹമേ, അങ്ങേപ്പക്കൽ ഓടിയണഞ്ഞ് അങ്ങയുടെ ഈ വേദനകളിൽ പങ്കുചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ നല്ല ചിന്തകൾ അങ്ങയിലേക്ക് പകർന്നു തന്നുകൊണ്ട് അങ്ങയെ അത്യധികം വേദനിപ്പിക്കുന്ന ഈ മുള്ളുകൾ എടുത്തു മാറ്റാം. അങ്ങയെ വേദനിപ്പിക്കുന്ന ഓരോ ദുഷിച്ച ചിന്തകൾക്കും പരിഹാരമായി എൻ്റെ ഓരോ ചിന്തകളും അങ്ങയിലേക്ക് ഒഴുകിയെത്തട്ടെ. അങ്ങനെ അങ്ങയുടെ വേദനിക്കുന്ന മനസ്സിന് ഞാൻ ആശ്വാസം പകരാം. ഈശോയെ, എൻ്റെ നന്മയെ, ഞാൻ അങ്ങയുടെ മനോഹരമായ കണ്ണുകളിൽ ചുംബിക്കുന്നു. അങ്ങേ സന്നിധിയിലേക്ക് കടന്നു വരുന്നവർ സ്നേഹത്തോടെ അങ്ങയിലേക്ക് കണ്ണുകൾ ഉയർത്തും എന്ന പ്രതീക്ഷയോടെ അങ്ങ് അതിയായ വാത്സല്യത്തോടെ അവരെ ഉറ്റുനോക്കുന്നത് ഞാൻ കാണുന്നു. എന്നാൽ അനേകർ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ അങ്ങേപ്പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുകയോ അങ്ങയെ അന്വേഷിക്കുകയോ ചെയ്യാതെ അവരെ പല വിചാരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അശ്രദ്ധമായി അങ്ങേ സന്നിധിയിൽ വ്യാപരിക്കുന്നു. തന്മൂലം പരസ്പര സ്നേഹ കടാക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അങ്ങേക്ക് നിരസിക്കപ്പെടുന്നു. അങ്ങ് കരയുകയാണ്. അങ്ങയെ ഞാൻ ചുംബിക്കുമ്പോൾ അങ്ങയുടെ കണ്ണുനീരിനാൽ എൻ്റെ അധരങ്ങൾ നനയുന്നത് ഞാൻ അറിയുന്നു. എൻ്റെ ഈശോയെ, അങ്ങ് കരയല്ലേ. അങ്ങയുടെ ഈ ദുഃഖങ്ങളിൽ പങ്കുചേരാനായി എൻ്റെ കണ്ണുകൾ അങ്ങയുടെ കണ്ണുകളിലേക്ക് ഞാൻ വയ്ക്കുന്നു. ഞാനും അങ്ങയോടുകൂടി കരയട്ടെ. അങ്ങനെ സൃഷ്ടികളുടെ അശ്രദ്ധമായ ഓരോ കടാക്ഷത്തിനും പരിഹാരം അനുഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എപ്പോഴും അങ്ങയിൽ മാത്രം സർവ്വശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്ന എൻ്റെ കടാക്ഷങ്ങൾ അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ സ്നേഹമേ,
അങ്ങയുടെ എത്രയും പരിശുദ്ധമായ കാതുകളെ ഞാൻ ചുംബിക്കുന്നു. സൃഷ്ടികൾ അങ്ങയെ സന്നിധിയിലണഞ്ഞ് അവർക്ക് ആനന്ദവും സമാധാനവും നൽകുന്ന കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കേൾക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അവരല്പം പോലും വിശ്വാസമില്ലാതെ വളരെ അശ്രദ്ധമായി ചൊല്ലുന്ന കുറേ പ്രാർത്ഥനകളും ജീവിതചര്യയുടെ ഭാഗമായി പതിവായി ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളുമാണ് അങ്ങ് ശ്രവിക്കുന്നത്. അങ്ങയുടെ പീഡാനുഭവ സമയത്ത് സഹിച്ചതിലും കൂടുതലായി അങ്ങയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുമ്പോൾ അങ്ങ് ശ്രവിക്കുന്നത്. ഓ എൻ്റെ ഈശോയെ, ഇവയ്ക്കെല്ലാം പരിഹാരമായി സ്വർഗത്തിലെ ലയമാർന്ന സ്തുതിഗീതങ്ങൾ അങ്ങയുടെ കാതുകളിൽ അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കാതുകളെ അങ്ങയുടെ കാതുകളിൽ ഞാൻ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഈ വേദനകളിൽ അങ്ങയോടൊപ്പം പങ്കുചേരുവാൻ മാത്രമല്ല, അനുസ്യൂതം എൻ്റെ പരിഹാരാനുഷ്ഠാനങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കാനും അതുവഴി അങ്ങേ ആശ്വസിപ്പിക്കാനും വേണ്ടിയാണിത്. ഈശോയെ, എൻ്റെ ജീവനെ, അങ്ങയുടെ എത്രയും പരിശുദ്ധമായ തിരുമുഖം ഞാൻ ചുംബിക്കട്ടെ. മുറിവേറ്റ് നീരുവെച്ച് വീർത്ത രക്തമൊലിക്കുന്ന ആ മുഖം ഞാൻ കാണുന്നു. ഓ ഈശോയെ, സൃഷ്ടികൾ തിരുവോസ്തി രൂപനായ അങ്ങേ സന്നിധിയിൽ അണയുമ്പോൾ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം മോശമായ പ്രവർത്തന രീതിയും പെരുമാറ്റവും സംസാരവും വഴി അങ്ങേ തിരുമുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങ് പീഡാനുഭവ സമയത്തെന്നതുപോലെ എല്ലാം ക്ഷമയോടും ശാന്തതയോടും കൂടി സ്വീകരിക്കുന്നു. അങ്ങ് അവയെല്ലാം മൗനമായി വഹിക്കുന്നു. ഓ ഈശോയെ, എൻ്റെ മുഖം അങ്ങേ തിരുമുഖത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. അങ്ങയെ ചുംബിക്കാനും സൃഷ്ടികളിൽ നിന്ന് വരുന്ന പീഡനങ്ങൾ അങ്ങേക്ക് പകരം സ്വീകരിക്കാനും മാത്രമല്ല, അങ്ങയുടെ എല്ലാ സഹനങ്ങളിലും അങ്ങയോടൊപ്പം പങ്കുചേരാൻ കൂടിയാണത്. അങ്ങേ തിരുമുഖം എൻ്റെ കരങ്ങളാൽ ഞാൻ തലോടട്ടെ. എല്ലാ തുപ്പലുകളും അഴുക്കുകളും ഞാൻ ഒപ്പിയെടുക്കട്ടെ. അങ്ങേ തിരുമുഖം എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്തണയ്ക്കുന്നു. എൻ്റെ ഹൃദയം അനേകം ഭാഗങ്ങളായി ഞുറുക്കി അവയെ അങ്ങയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. ആ ഓരോ ഭാഗവും അനേകം ആത്മാക്കൾ എന്ന പോലെ അങ്ങേ ആരാധിക്കും. സൃഷ്ടികളിൽ നിന്ന് അങ്ങ് അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ഓരോ ചലനവും അങ്ങേ തിരുസന്നിധിയിലുള്ള സാഷ്ടാംഗ പ്രണാമമായി മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധമായ അധരങ്ങളിൽ ഞാൻ ചുംബിക്കുന്നു. കൗതാശികമായി അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അനേകം കുത്തി മുറിപ്പെടുത്തുന്ന അശുദ്ധമായ തിന്മ നിറഞ്ഞ നാവുകളിൽ ആയിരിക്കുവാൻ അങ്ങ് നിർബന്ധിതനാകുന്നു. ഓ, എത്രയോ കയ്പ് നിറഞ്ഞ വേദനിപ്പിക്കുന്ന അനുഭവമാണിത്. ഈ നാവുകളാൽ വിഷലിപ്തമാകുന്നതുപോലെ അങ്ങേക്ക് അനുഭവപ്പെടുന്നു. അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോൾ അത് ഇതിലും ദുരിതപൂർണമാണ്. ഓ എൻ്റെ ഈശോയെ, സാധ്യമായിരുന്നെങ്കിൽ അങ്ങേ സ്വീകരിക്കുന്ന ഓരോ സൃഷ്ടിയുടെയും അധരങ്ങളെ കണ്ടെത്തി അവയിൽ നിന്നും അവിടുന്ന് സ്വീകരിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളെയും സ്തുതി കീർത്തനമായി മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്ഷീണിതനായ എൻ്റെ നന്മയെ, അങ്ങയുടെ എത്രയും പരിശുദ്ധ ശിരസിനെ ഞാൻ ചുംബിക്കുന്നു. ക്ഷീണിതനായി അവശനായിട്ടാണ് അങ്ങയെ ഞാൻ കാണുന്നത്. എന്നാൽ അങ്ങ് സദാ പ്രവർത്തന നിരതനാണ്. അങ്ങ് എന്താണ് ചെയ്യുന്നതെന്ന് എന്നോടൊന്ന് പറയാമോ? എൻ്റെ കുഞ്ഞെ, ഞാൻ ഈ തിരുവോസ്തിയിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ സ്നേഹത്തിൻ്റെ ചങ്ങലകൾ തീർക്കുകയാണ്. ആത്മാക്കൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ സ്നേഹത്തിൻ്റെ ഈ ചങ്ങലകളാൽ അവരെ എൻ്റെ ഹൃദയത്തോട് ബന്ധിക്കുന്നു. എന്നാൽ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നിനക്കറിയാമോ? അനേകർ എൻ്റെ ഈ സ്നേഹച്ചങ്ങല പൊട്ടിച്ച് സ്വതന്ത്രരായി എന്നിൽ നിന്ന് ഓടിപ്പോകുന്നു. ഈ ചങ്ങലകൾ എൻ്റെ ഹൃദയത്തോട് ബന്ധിച്ചിരിക്കുന്നതിനാൽ ഞാൻ മുറിവുകളേറ്റ് കഠിനമായി പീഡിപ്പിക്കപ്പെടുന്നു. വേദനയുടെ ആധിക്യത്താൽ ബോധം തന്നെ എനിക്ക് നഷ്ടപ്പെടുന്നത് പോലെയാണ്. ഈ സ്നേഹച്ചങ്ങല പൊട്ടിച്ചെറിയുന്നതിലൂടെ അവർ എൻ്റെ സ്നേഹത്തെ നിരർത്ഥകമാക്കുന്നു. എന്നിട്ട് അവർ ഈ ലോകത്തിൻ്റെ ചങ്ങലകൾ തേടുന്നു. എൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ചെയ്യുന്നു. അവരുടെ ഈ ലക്ഷ്യപ്രാപ്തിക്കായി അവരെന്നെയും ഉപയോഗിക്കുന്നു. ഇതെന്നെ അതീവ ദുഃഖിതനാക്കുന്നു. ഞാൻ പലപ്പോഴും വേദനയാൽ സുബോധം നഷ്ടപ്പെട്ടവനായി മാറുന്നു. എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങയോട് വളരെയധികം സഹതാപം തോന്നുന്നു. അങ്ങയുടെ സ്നേഹം വലിച്ചെറിയപ്പെട്ടു. ഈശോയെ, ഈ ആത്മാക്കളിൽ നിന്നും അങ്ങ് അനുഭവിക്കുന്ന ഉപദ്രവങ്ങൾക്കും വേദനകൾക്കും പരിഹാരമർപ്പിക്കാനായി അവർ പൊട്ടിച്ചെറിഞ്ഞ ആ ചങ്ങലയാൽ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് ബന്ധിക്കണമേ. അവർക്ക് വേണ്ടി ഞാൻ അങ്ങേക്ക് പ്രതിസ്നേഹം അർപ്പിക്കാം. എൻ്റെ ഈശോയെ, വില്ലാളി വീരനായ സ്നേഹിത, അങ്ങയുടെ മാർവിൽ ഞാൻ ചുംബിക്കുന്നു. അങ്ങേ ഹൃദയം ഒരു സ്നേഹച്ചൂളയാണ്.
ആ സ്നേഹാഗ്നിയെ കുറച്ചെങ്കിലും പുറത്തേക്ക് വമിക്കാനായി അങ്ങേപ്പക്കൽ വരുന്ന ആത്മാക്കളുമായി അങ്ങ് വിനോദത്തിലേർപ്പെടുന്നു. അങ്ങേ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന സ്നേഹത്തിൻ്റെ അമ്പുകൾ അങ്ങ് അവരിലേക്ക് തൊടുത്തുവിടുന്നു. സ്നേഹത്തിൻ്റെ അമ്പും വില്ലും ചാട്ടുളിയും ഒക്കെ നിർമ്മിക്കുന്നതാണ് അങ്ങേ വിനോദം. ആത്മാക്കളിൽ അവ തുളഞ്ഞു കയറുമ്പോൾ അങ്ങ് ആനന്ദഭരിതനാകുന്നു. ഓ ഈശോയെ, എന്നാൽ അനേകർ അവയെ നിരസിക്കുന്നു. തണുത്തുറഞ്ഞുപോയ സ്നേഹത്തിൻ്റെ അമ്പുകളും മന്ദോഷ്ണതയാകുന്ന കുന്തങ്ങളും നന്ദിഹീനതയാകുന്ന ചാട്ടുളികളുമാണ് അവർ അങ്ങിലേക്ക് പകരം അയക്കുന്നത്. അതിനാൽ വ്രണിത ഹൃദയനായ അങ്ങ് കയ്പോടെ കണ്ണുനീർ പൊഴിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, ഇതാ എൻ്റെ ഹൃദയം. എന്നിലേക്ക് അങ്ങ് എയ്യുന്നത് മാത്രമല്ല, മറ്റാത്മാക്കൾ നിരസിക്കുന്നവയും കൂടി സ്വീകരിക്കാൻ എൻ്റെ ഹൃദയം ഒരുക്കമാണ്. അതിനാൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിനോദത്തിൽ അങ്ങ് ഒരിക്കലും പരാജിതനാവുകയില്ല. അങ്ങനെ ഞാൻ അങ്ങേക്ക് ലഭിക്കുന്ന സ്നേഹമരവപ്പിനും മന്ദതകൾക്കും നന്ദിഹീനതകൾക്കും പരിഹാരമനുഷ്ഠിക്കാം. ഓ ഈശോയെ, ഞാൻ അങ്ങയുടെ ഇടത്ത് കൈയിൽ ഞാൻ ചുംബിക്കുന്നു. അങ്ങേ സന്നിധിയിൽ നടത്തുന്ന ദൈവദോഷപരമായ സ്പർശനങ്ങൾക്കും അധാർമികതയ്ക്കും പരിഹാരമനുഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അങ്ങയുടെ തിരുഹൃദയത്തോട് എപ്പോഴും ചേർത്തണയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങയുടെ വലത് കൈയിൽ ഞാൻ ചുംബിക്കുന്നു. ഇതിലൂടെ അങ്ങേക്കെതിരായി ചെയ്യുന്ന എല്ലാ ദൈവനിന്ദാപരമായ പ്രവൃത്തികൾക്കും, പ്രത്യേകിച്ച് അയോഗ്യതയോടെ അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലികൾക്കും പരിഹാരം അർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്നേഹമേ, എത്രയോ പ്രാവശ്യം അയോഗ്യമായ കരങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ അങ്ങ് നിർബന്ധിതനാകുന്നു. ആ കരങ്ങളിലായിരിക്കുമ്പോൾ മനം പുരട്ടുന്നത് പോലെയുള്ള അസ്വസ്ഥതകൾ അങ്ങേക്ക് അനുഭവപ്പെടുന്നെങ്കിലും അവിടെ തന്നെ ആയിരിക്കുവാൻ സ്നേഹം അങ്ങയെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഇതിലും കൂടുതലായി എണ്ണമറ്റ പാവങ്ങളും ദൈവനിന്ദയും ചെയ്ത് അങ്ങയെ വീണ്ടും പീഡാനുഭവത്തിലേക്ക് തള്ളിവിടുന്നു. ഇതിനെക്കുറിച്ചുള്ള ഓർമ്മ എന്നെ ഭയചകിതനാക്കുന്നു. എന്നാൽ കഷ്ടം, പീഡാനുഭവവേളയിൽ അങ്ങ് യഹൂദന്മാരുടെ കരങ്ങളിലായിരുന്നതുപോലെ ഒരക്ഷരം പോലും ഉരിയാടാത്ത ശാന്തനായ കുഞ്ഞാടിനെ പോലെ വീണ്ടും കുരിശുമരണം വരിക്കാനും അതുവഴി അവരുടെ മാനസാന്തരത്തിനുമായി കാത്തിരിക്കാനും തയ്യാറായി അങ്ങ് അയോഗ്യമായ കരങ്ങളിലായിരിക്കുന്നു. ഓ ഈശോ, അങ്ങ് എത്രമാത്രം സഹിക്കുന്നു. രക്തകൊതിയന്മാരായ അവരുടെ കരങ്ങളിൽ നിന്ന് അങ്ങയെ രക്ഷപ്പെടുത്തുന്ന സ്നേഹം നിറഞ്ഞ കരങ്ങൾ അങ്ങയെ സന്തോഷിപ്പിക്കുമല്ലോ. ഓ ഈശോയെ, അങ്ങ് അവരുടെ കരങ്ങളിലായിരിക്കുമ്പോൾ അങ്ങയോടൊത്തായിരിക്കാൻ എന്നെയും അനുവദിക്കണമേ. അപ്പോൾ അങ്ങയുടെ ഈ സഹനത്തിന് പരിഹാരമായി മലാഖമാരുടെ പരിശുദ്ധിയാൽ ഞാൻ അങ്ങയെ പൊതിയും. ആ കരങ്ങളിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനം പുരട്ടൽ കുറയ്ക്കാനായി അങ്ങയുടെ സുഗന്ധങ്ങളാൽ തന്നെ ഞാൻ അങ്ങയെ സുഗന്ധാഭിഷേകം ചെയ്യും. ആ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസങ്കേതമായി എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കും. അങ്ങ് എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ യോഗ്യതയുള്ള ശുശ്രൂഷകർ ആയിത്തീരാനായി പുരോഹിതർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, അങ്ങയുടെ ഇടതുവാദം ഞാൻ ചുംബിക്കുന്നു. ഇതുവഴി വേണ്ടത്ര ഒരുക്കവും യോഗ്യതയുമില്ലാതെ പതിവ് ശൈലിയുടെ ഭാഗമായി അങ്ങയെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പരിഹാരം അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, അങ്ങയുടെ വലതുവാദം ഞാൻ ചുംബിക്കുന്നു. ഇതുവഴി അങ്ങയെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം അങ്ങയെ സ്വീകരിക്കുന്നവർക്കായി ഞാൻ പരിഹാരം അനുഷ്ഠിക്കുന്നു. ഓ, അവരിത് ചെയ്യാൻ ധൈര്യപ്പെടുമ്പോൾ ലോങ്കിനൂസിനായി അങ്ങ് പ്രവർത്തിച്ച അത്ഭുതം ഇവരിലും പ്രവർത്തിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു. അവൻ്റെ കുന്തത്താലുള്ള കുത്തിനാൽ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തത്തുള്ളികൾ അവനെ സുഖപ്പെടുത്തുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്തതുപോലെ ഇവിടെ അങ്ങേ കൗദാശിക സാന്നിധ്യത്തിൻ്റെ സ്പർശനത്താൽ ദ്രോഹങ്ങളെ സ്നേഹമായും ദ്രോഹിക്കുന്നവരെ സ്നേഹിതരായും രൂപാന്തരപ്പെടുത്തണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, മാധുര്യമുള്ള അങ്ങയുടെ തിരുഹൃദയത്തെ ഞാൻ ചുംബിക്കുന്നു. എല്ലാ ഉപദ്രവങ്ങളും വന്നു പതിച്ചത് ഇവിടെയാണല്ലോ. എല്ലാവർക്കും വേണ്ടി അങ്ങയെ സ്നേഹിച്ചും അങ്ങയുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നും എപ്പോഴും എല്ലായിടത്തും അങ്ങയോടുകൂടെ ആയിരുന്നുകൊണ്ട് പരിഹാരം അനുഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ദൈവിക സൈന്യാധിപനെ, ഏതെങ്കിലും പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കാൻ ഞാൻ വിട്ടുപോയാൽ അങ്ങയുടെ കൽപ്പനയാൽ എന്നെ അങ്ങയുടെ തിരുഹൃദയത്തിൽ തടവിലാക്കണമേ.
അങ്ങനെ എല്ലാ പാപങ്ങൾക്കും ഞാൻ പരിഹാരം അനുഷ്ഠിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി എല്ലാറ്റിനും പരിഹാരം അനുഷ്ഠിക്കാനായി എന്നെ തന്നോട് ചേർത്ത് നിർത്തണമേ എന്ന് എത്രയും മാധുര്യം നിറഞ്ഞ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചുംബിച്ച് അങ്ങയെ സംരക്ഷിച്ചു കൊള്ളാം. സൃഷ്ടികളിൽ നിന്നും അങ്ങയിലേക്ക് ആഞ്ഞടിക്കുന്ന കയ്പ് നിറഞ്ഞ തിന്മയുടെ എല്ലാ തിരമാലകളെയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയിൽ നിന്ന് ദൂരെ അകറ്റാം. ഓ ഈശോയെ, ഞാനും പാപിയായ ഒരാത്മാവാണെന്ന് ദയവായി അങ്ങ് ഓർക്കണമേ. എന്നെ അങ്ങയുടെ ഹൃദയത്തിൽ അടയ്ക്കണമേ. എന്നെ തടവിലാക്കുക മാത്രമല്ല, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ചങ്ങലകളാൽ എന്നെ അങ്ങയോട് ചേർത്ത് ദൃഢമായി ബന്ധിക്കുകയും ചെയ്യണമേ. ഓരോന്നായി എൻ്റെ ചിന്തകളെ, എൻ്റെ അഭിലാഷങ്ങളെ, എൻ്റെ ആഗ്രഹങ്ങളെ എനിക്ക് അങ്ങയുടേതല്ലാതെ മറ്റു പാദങ്ങളും കരങ്ങളും ഇല്ലാത്ത വിധം എൻ്റെ കരങ്ങളെയും പാദങ്ങളെയും അങ്ങേ ഹൃദയത്തോട് ചേർത്ത് ബന്ധിക്കണമേ. എൻ്റെ സ്നേഹമേ, അങ്ങനെ എൻ്റെ തടവറ അങ്ങയുടെ ഹൃദയമായിരിക്കട്ടെ. എന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലകളായിരിക്കണം എൻ്റെ ഭക്ഷണം. അങ്ങയുടെ ശ്വാസോച്ഛ്വാസമായിരിക്കും എൻ്റെയും ശ്വാസോച്ഛ്വാസം. പുറത്തേക്ക് പോകാതെ എന്നെ തടഞ്ഞു നിർത്തുന്ന വേലികൾ അങ്ങയുടെ എത്രയും പരിശുദ്ധ തിരുവിഷ്ടമായിരിക്കും. അങ്ങനെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലകളല്ലാതെ മറ്റൊന്നും ഞാൻ ദർശിക്കുകയില്ല. അങ്ങയുടെ സ്നേഹാഗ്നിയിലല്ലാതെ മറ്റൊന്നിലും ഞാൻ സ്പർശിക്കുകയില്ല. അങ്ങ് തിരുവോസ്തിയിൽ സഹിക്കുന്നത് പോലെ, അവ എനിക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത് പോലെ തന്നെ മരണവും പ്രദാനം ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ഞാൻ അങ്ങയിൽ തടവിലായിരിക്കുമ്പോൾ അങ്ങയ്ക്ക് എന്നിൽ സ്വതന്ത്രനാകാൻ കഴിയും. വിശുദ്ധ കുർബാനയിൽ അങ്ങയെ തന്നെ തടവിലാക്കിയപ്പോൾ ഇതല്ലേ അങ്ങ് ആഗ്രഹിച്ചത്? അങ്ങയെ സ്വീകരിക്കുന്ന ആത്മാക്കളിൽ പൂർണ്ണമായും സ്വതന്ത്രമായും ജീവിക്കാനല്ലേ അങ്ങ് അഭിലഷിക്കുന്നത്? ഇപ്പോൾ അങ്ങേ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെ ആശീർവദിക്കണമേ. അങ്ങയെ ആശ്ലേഷിച്ച് അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ആത്മാവിനെ അങ്ങേ സ്നേഹചുംബനങ്ങളാൽ മൂടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ മാധുര്യമുള്ള ഹൃദയമേ, വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് ശേഷം അങ്ങയുടെ അളവറ്റ സ്നേഹ ബഹിർസ്ഫുരണമായ ഈ കൂദാശയിൽ സൃഷ്ടികളിൽ നിന്ന് അങ്ങേക്ക് ലഭിക്കാനിരിക്കുന്ന എണ്ണമറ്റ ദ്രോഹങ്ങളും നിന്ദാപമാനങ്ങളും നന്ദിഹീനതയും അങ്ങ് ദർശിച്ചു. എന്നാൽ ദുഃഖിതനും മുറിവേറ്റവനുമായ അങ്ങ് പിൻപോട്ട് മാറിയില്ല. മറിച്ച് അവയെല്ലാം അങ്ങേ സ്നേഹമഹാസമുദ്രത്തിൽ മുക്കിക്കളയുവാൻ അങ്ങ് ആഗ്രഹിച്ചു. ഓ ഈശോയെ, ഞാൻ കാണുന്നു. അങ്ങ് അപ്പസ്തലന്മാർക്കായി ബലിയർപ്പിച്ച ശേഷം അങ്ങ് ചെയ്തത് അവരോടും ചെയ്യുവാൻ അങ്ങ് ആവശ്യപ്പെട്ടു. അതിലൂടെ അവരെ അങ്ങ് പുരോഹിതരായി അഭിഷേകം ചെയ്തു. അവർക്ക് ഈ കൂദാശയും മറ്റു കൂദാശകളും പരികർമ്മം ചെയ്യാൻ അധികാരം നൽകി. മോശമായി ചെയ്യപ്പെടുന്ന സുവിശേഷ പ്രഘോഷണങ്ങളും അയോഗ്യതയോടെ പരികർമ്മം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കൂദാശകളും ഫലരഹിതമായി തീരുന്നു. വൈദിക അന്തസ്സിലേക്കുള്ള തെറ്റായ വിളി സ്വീകരിക്കുന്നവരുടെയും അവരെ അഭിഷേകം ചെയ്യുന്നവരുടെയും ഭാഗത്തു നിന്നും ദൈവവിളിയെ ശരിയായി തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ. അങ്ങ് എല്ലാം സ്വീകരിച്ച് എല്ലാറ്റിനും പരിഹാരം അനുഷ്ഠിച്ചു. അങ്ങ് ഒന്നും വിട്ടുകളഞ്ഞില്ല. ഓ ഈശോയെ, അങ്ങയെ പലപ്പോഴും പിന്തുടർന്നുകൊണ്ട് അങ്ങയോടൊപ്പം ഈ പാപങ്ങൾക്കെല്ലാം പരിഹാരം അനുഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അപ്പസ്തലന്മാരെ ഒരുമിച്ച് കൂട്ടി അങ്ങയെ കാത്തിരിക്കുന്ന പീഡാസഹനങ്ങൾ ഏറ്റെടുക്കാനായി അവരോടൊപ്പം അങ്ങ് ഗത്സമനിയിലേക്ക് പുറപ്പെട്ടു. ഈശോയെ, അങ്ങയുടെ വിശ്വസ്തനായ ഒരു സ്നേഹിതനായി എപ്പോഴും എല്ലായിടത്തും ഞാൻ അങ്ങയെ പിന്തുടരും. ധ്യാനവും പ്രവൃത്തിപഥവും. എല്ലാവർക്കും ജീവൻ പ്രദാനം ചെയ്യാനായി ഈശോ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്നു. ഈ ഒളിക്കപ്പെട്ട ജീവിതത്തിൽ അവിടുന്ന് എല്ലാ നൂറ്റാണ്ടുകളിലെ എല്ലാവരെയും ആശ്ലേഷിച്ചുകൊണ്ട് അവരിലേക്ക് പ്രകാശം പരത്തുന്നു. ഇതുപോലെ നാമും ഈശോയിൽ ഒളിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും വഴി എല്ലാവർക്കും, വിജാതീയർക്കും അവിശ്വാസികൾക്കും തെറ്റായ വിശ്വാസ സംഹിതകളിൽ പെട്ടുപോയവർക്കും ജീവനും പ്രകാശവും പ്രദാനം ചെയ്യണം. കാരണം ഈശോ ആരെയും ഒഴിവാക്കിയിട്ടില്ല. ഈ ഒളിക്കപ്പെട്ട ജീവിതത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഈശോയോട് താതാത്മ്യപ്പെടാനായി നമ്മെ സംബന്ധിച്ചുള്ള എല്ലാം അവിടുന്ന് നാം മറയ്ക്കണം. നമ്മുടെ ചിന്തകൾ, നോട്ടങ്ങൾ, വാക്കുകൾ, ഹൃദയസ്പന്ദനങ്ങൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, കാലടികൾ, പ്രവൃത്തികൾ, നമ്മുടെ പ്രാർത്ഥന പോലും, നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയുടെ പ്രാർത്ഥനകളിൽ മറയ്ക്കണം. ദിവ്യകാരുണ്യത്തിൽ ഈശോ നൂറ്റാണ്ടുകളായി എല്ലാവരെയും ആശ്ലേഷിക്കുന്നത് പോലെ നാമും എല്ലാവരെയും ആശ്ലേഷിക്കണം. അവരോട് ഒന്നാകണം. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ മനസ്സുകളിലെ ചിന്തകളിലേക്കും
എല്ലാ നാവുകളിലെ വാക്കുകളിലേക്കും എല്ലാ ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങളിലേക്കും എല്ലാ കരങ്ങളിലെ പ്രവൃത്തികളിലേക്കും നാം ഐക്യപ്പെടണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാ സൃഷ്ടികളിൽ നിന്നും വരുന്ന ദ്രോഹങ്ങളെയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും തട്ടിമാറ്റി നീക്കിക്കളയുവാൻ നമുക്ക് കഴിയും. ഈ തിന്മകൾക്ക് പകരമായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ നന്മകളും നമുക്ക് ചെയ്യാം. എല്ലാ ആത്മാക്കൾക്കും സ്നേഹവും വിശുദ്ധിയും നിത്യരക്ഷയും പ്രദാനം ചെയ്യാനായി ഈശോയെ നമുക്ക് നിർബന്ധിക്കാം. ഈശോയുടെ ജീവിതം പുനരാവിഷ്കരിക്കാനായി നമ്മുടെ ജീവിതം അവിടുത്തെ ജീവിതത്തോട് പൂർണ്ണമായും അനുരൂപമാക്കണം. ലോകത്തിലെ എല്ലാ സക്രാരിയിലും മറഞ്ഞിരിക്കുന്ന ഈശോയ്ക്ക് അനുസ്യൂതം സ്നേഹ സഹവാസം നൽകാനും പരിഹാര അനുഷ്ഠാനത്തിലൂടെ അവിടത്തേക്ക് ആശ്വാസം പകരുവാനുമുള്ള തീവ്രമായ അഭിലാഷം ആത്മാവിലുണ്ടാകണം. അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ഈ നിയോഗത്തോടെ ആയിരിക്കണം. ആദ്യത്തെ സക്രാരി നമ്മുടെ ഹൃദയം തന്നെയാണ്. അതിനാൽ നല്ലവനായ ഈശോ നമ്മിൽ ചെയ്യുവാനായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പൂർത്തിയാക്കുവാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്ന ഈശോ പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രചോദനം നമുക്ക് നൽകും. അതെ, ഈശോ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നാം അവിടത്തോടുകൂടി പ്രാർത്ഥിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. നമ്മുടെ സ്വരത്തോട് പൂർണ്ണമായും യോജിച്ച് നമ്മുടെ സ്നേഹവികാരങ്ങളോടൊന്നു ചേർന്ന് നമ്മുടെ ഹൃദയത്തോട് പൂർണ്ണമായും ഒന്നായി ചേർന്ന് അവിടുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ പിതാവിൻ്റെ മുൻപിൽ ഈശോയുടെ തന്നെ പ്രാർത്ഥനകളായി കാണപ്പെടും. അതിനാൽ അവിടുത്തെ പ്രാർത്ഥനകളെ മഹത്വപ്പെടുത്താനായി നമ്മുടെ അസ്തിത്വം മുഴുവനും ഈശോയ്ക്ക് നാം നൽകണം. അപ്പോൾ സ്നേഹ ഈശോ തൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തി സ്വർഗീയ പിതാവിനോട് ബന്ധപ്പെടും. ഈശോയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഭൂമുഖം നവീകരിക്കപ്പെടും. നമ്മുടെ അന്തരാത്മാവിലെ ഓരോ ചലനത്തിലും നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ഈശോയുടെ ജീവിതം നമ്മിൽ ജീവിക്കാനായി നാം അവിടുത്തോടൊത്ത് സഹിക്കാനും അവിടുത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനും അവിടുത്തെ ആന്തരിക അവസ്ഥയിൽ ഒന്നുചേരാനുമൊക്കെ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടും. ഉദാഹരണത്തിന്, ക്ഷമ അഭ്യസിക്കാനുള്ള ഒരു സാഹചര്യത്തിലൂടെ ഈശോ നമ്മെ കടത്തിവിടുന്നു എന്ന് സങ്കല്പിക്കുക. സൃഷ്ടികൾ തങ്ങളുടെ നിരവധിയായ കഠിന പാപങ്ങളാൽ ദൈവനിന്ദകളാൽ മൂടപ്പെട്ട് തന്നെ പീഡിപ്പിക്കുന്നതായി അവിടത്തേക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ക്ഷമയും ദയയും അഭ്യസിക്കാനുള്ള ഒരവസരം ഈശോ നമുക്ക് നൽകുന്നു. ഈശോയെപ്പോലെ എല്ലാം ക്ഷമയോടെ സ്വീകരിക്കുന്നത് വഴി നാം അവിടത്തേക്ക് മഹത്വം നൽകുന്നു. മറ്റുള്ളവർ അവിടുത്തെ കരങ്ങളിലേക്ക് നൽകിയ ദുഃഖത്തിൻ്റെ കയ്പ് നിറഞ്ഞ പാനപാത്രം നമ്മുടെ ക്ഷമയുടെ അഭ്യസനം വഴി അവിടുത്തെ കരങ്ങളിൽ നിന്നും നാം തട്ടിക്കളയുന്നു. കാരണം നമ്മിലൂടെ അവിടുത്തെ ദൈവിക ക്ഷമ അവിടുന്ന് അഭ്യസിക്കുന്നു. ഇതുപോലെ മറ്റെല്ലാ സുഹൃതങ്ങളും നാം അഭ്യസിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് എല്ലാ സുഹൃതങ്ങളും അഭ്യസിക്കുന്നു. അതിനാൽ അവിടുന്നിൽ നിന്ന് ആത്മശക്തിയും കീഴ്വഴക്കവും ക്ഷമയും സഹിഷ്ണുതയും എളിമയും അനുസരണവും നാം ആർജിച്ചെടുക്കുന്നു. നല്ലവനായ ഈശോ അവിടുത്തെ സ്വന്തം ശരീരം നമുക്ക് ഭക്ഷണമായി നൽകുന്നു. അതിനാൽ നമ്മുടെ സ്നേഹവും സന്മനസ്സും ആഗ്രഹങ്ങളും ചിന്തകളും അഭിലാഷങ്ങളും എല്ലാം അവിടുത്തെ പോഷിപ്പിക്കാനായി നാം നൽകണം. ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തിന് നാം പ്രതിസ്നേഹം അർപ്പിക്കണം. ഈശോ അല്ലാതെ മറ്റൊന്നും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാൻ നാം അനുവദിക്കരുത്. അതിനാൽ നാം ചെയ്യുന്നതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഈശോയെ പരിപോഷിപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ ചിന്തകൾ ദൈവിക ചിന്തകളെ പരിപോഷിപ്പിക്കണം. നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഈശോ നമ്മുടെ ചിന്തകളുടെ പോഷണം ആഗ്രഹിക്കുന്നു. അതിനാൽ വിശുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നത് ദൈവിക ചിന്തകളെ പരിപോഷിപ്പിക്കും. നമ്മുടെ ചിന്തകളും വാക്കുകളും ഹൃദയത്തുടിപ്പുകളും ഹൃദയ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഓരോ കാലടിയും ഓരോ പ്രവൃത്തിയും എല്ലാം ഈശോയെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കണം. ഈശോയിൽ സൃഷ്ടികളെ പോഷിപ്പിക്കാനായി നാം നിയോഗം വയ്ക്കണം. ഓ മാധുര്യവാനായ എൻ്റെ ഈശോയെ, ഈ മണിക്കൂറിൽ അപ്പത്തിലേക്കും മീഞ്ഞിലേക്കും സത്താവരമായി അങ്ങ് മാറി. ഓ ഈശോയെ, ഞാൻ ചെയ്യുന്നതും സംസാരിക്കുന്നതുമെല്ലാം എന്നിലും ആത്മാക്കളിലും അങ്ങയോടുള്ള തുടർച്ചയായ ആത്മാർപ്പണമായിരിക്കട്ടെ. മാധുര്യവാനായ എൻ്റെ ജീവനെ, അങ്ങ് എന്നിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ എൻ്റെ ഓരോ ഹൃദയത്തുടിപ്പും അഭിലാഷങ്ങളും ആഗ്രഹവും ചിന്തയും വാക്കും എല്ലാം അങ്ങയുടെ കൗദാശിക സമർപ്പണത്തിൻ്റെ ശക്തിയാൽ നിറയട്ടെ. അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ട എൻ്റെ എളിയ അസ്തിത്വം മുഴുവനും അങ്ങേക്ക് ആത്മാക്കൾക്ക് നൽകാൻ ആവശ്യമായ തിരുവോസ്തികളായി മാറട്ടെ. ഓ ഈശോയെ, എൻ്റെ സ്നേഹമാധുര്യമേ, ജീവനുള്ള തിരുവോസ്തിയുടെ രൂപത്തിൽ അങ്ങയെ മുഴുവൻ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന അങ്ങയുടെ കരങ്ങളിലെ ആ ചെറിയ തിരുവോസ്തി ഞാനായിരിക്കട്ടെ. നന്ദി പ്രകടനം. സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ, ഈ മണിക്കൂറിലെ അവിടുത്തെ പീഡാസഹനങ്ങളിൽ അങ്ങയോടൊത്തായിരിക്കാൻ അവിടുന്ന് എന്നെ വിളിച്ചു.
ഞാനിതാ വന്നു. തീവ്ര ദുഃഖത്തോടും വേദനയോടും കൂടി അതിദാരുണമായ സഹനങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ഏറ്റവും ഹൃദയസ്പർശിയായും ശക്തമായും ആത്മാക്കളുടെ രക്ഷയ്ക്കായി യാചിക്കുന്ന അങ്ങയുടെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചു. എല്ലാ കാര്യങ്ങളിലും അവിടുത്തോടൊന്നായിരിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഥ, ഉത്തരവാദിത്വ നിർവഹണത്തിനായി ഇപ്പോൾ എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. ഈ സമയം എല്ലാറ്റിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ വാഴ്ത്തുന്നു. അതേ ഈശോയെ, നന്ദി. കോടാനുകോടി പ്രാവശ്യം ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എനിക്കും മറ്റെല്ലാവർക്കും വേണ്ടി അവിടുന്ന് ചെയ്ത എല്ലാറ്റിനും, എല്ലാ സഹനത്തിനും ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുന്ന് ചിന്തിയ ഓരോ തുള്ളി രക്തത്തിനും, ഓരോ ശ്വാസോച്ഛ്വാസത്തിനും, ഓരോ കാൽവയ്പ്പിനും, വാക്കുകൾക്കും കടാക്ഷങ്ങൾക്കും, അവിടുന്ന് കടന്നുപോയ ഓരോ കൈപ്പേറിയ അനുഭവങ്ങൾക്കും, അവിടുന്ന് അനുഭവിച്ച ഉപദ്രവങ്ങൾക്കും ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ എൻ്റെ ഈശോയെ, എല്ലാ കാര്യത്തിനും അങ്ങേക്ക് നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ഈശോയെ, എൻ്റെ മേലും എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങുവാൻ തക്കവിധം നന്ദിയും സ്തുതിയും അനവരതം അങ്ങേ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തട്ടെ. ഓ ഈശോയെ, എന്നെ അങ്ങേ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ദയയുണ്ടാകണമേ. അങ്ങേ പാവനകരങ്ങളാൽ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഓരോ അണുവിനെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങേ പക്കലേക്ക് അനുസ്യൂതം ഉയരുന്ന സ്നേഹഗീതമായി എൻ്റെ ജീവിതം മാറട്ടെ.